ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ എറണാകുളത്ത് ചീഫ് മാനേജറാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പം പ്യുവർലി MSMEക്ക് വേണ്ടിയിട്ട് വ്യവസായ ലോൺ കൊടുക്കാൻ വേണ്ടി മാത്രം കേരള ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ ഉള്ള ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ്. 1953 KFC ഇൻകോപ്പറേറ്റ് ചെയ്തത്. കഴിഞ്ഞ 72 വർഷമായിട്ട് കേരളത്തിലുള്ള ഒരു 85,000 കൂടുതലുള്ള സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ ലോൺ കൊടുത്ത് കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് ഏറ്റവും അധികം താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് KFC ആണ്. ഞങ്ങളുടെ ഒരു USP എന്ന് പറഞ്ഞാൽ ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് ഒരു ലോൺ സാങ്ഷനാക്കി കൊടുക്കുക. അതാണ് KFCയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. മറ്റ് ബാങ്കിനെ അല്ല, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ലോൺ പ്രോസസ്സ് ചെയ്യുകയും ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 72 കൊല്ലമായിട്ട് KFC എല്ലാ വർഷവും ലാഭം ഡിക്ലെയർ ചെയ്യുന്നത്. KFC മാത്രമേ ഉള്ളൂ പബ്ലിക് സെക്ടറിൽ തുടർച്ചയായിട്ട് ഈ ലാഭം ഡിക്ലെയർ ചെയ്യുന്ന അപ്പോൾ KFCയുടെ പ്രത്യേക ലോൺ സ്കീമാണ് ഞാനിപ്പം നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യവസായികളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഓഫീസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 14 ഡിസ്ട്രിക്റ്റ്. എറണാകുളത്തും ഇടുക്കിയിലും ഓരോ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. എറണാകുളത്ത് വരുമ്പം പെരുമ്പാവൂരും, ഇടുക്കിയിൽ വരുമ്പോൾ കട്ടപ്പന, തൊടുപുഴ, അങ്ങനെയാണ് 16 ബ്രാഞ്ച് ഓഫീസ്. പിന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് 3 സോണൽ ഓഫീസ്, പിന്നെ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് വന്നിട്ട് ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾക്ക് എല്ലാ സെക്ടറിലും കേറ്റർ ചെയ്യാനായിട്ടുള്ള ലോൺ സ്കീംസ് ഉണ്ട്. അതാണ് ഈ സ്കീം കാണുന്നത്. മാനുഫാക്ചറിങ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിങ്, ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സ്കീമാണ് CMEDP എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒരു ബാങ്കിനും കൊടുക്കാൻ പറ്റാത്ത ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നിങ്ങൾക്ക് അതായിരിക്കുമല്ലോ ഏറ്റവും താല്പര്യമുള്ള വിഷയം. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% ആണ്. 2 കോടി വരെ ലോണിന് 5% പലിശ മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിനും 5% ഇൻട്രസ്റ്റ് വെച്ചിട്ട് വ്യവസായ ലോൺ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ KFCക്ക് മാത്രമേ ഇങ്ങനെ ഒരു സ്കീം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് 5 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സ്കീമിൽ വളരെയേറെ യൂണിറ്റ്സിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. 50 വയസ്സിന് താഴെയുള്ള യുവ സംരംഭകർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ലേഡീസ് ആണെങ്കിൽ അത് ഏജ് ഓഫ് 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്, 55 ഇയേഴ്സ്. പ്രൊമോട്ടേഴ്സ് വേറെ ഒരിടത്ത് എംപ്ലോയ് ചെയ്യില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ 2 ക്രൈറ്റീരിയ പാലിച്ചാൽ 2 കോടി വരെ നിങ്ങൾക്ക് 5% ഇൻട്രസ്റ്റ് റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് കോസ്റ്റിൻ്റെ 90% ഞങ്ങൾ ഫിനാൻസ് ചെയ്യും. അപ്പോൾ പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 10% മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ വേറൊരു സ്കീമാണ് ക്യാംപ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% ആണ്. ഒരുവിധപ്പെട്ട എല്ലാ വ്യവസായങ്ങളും ഇതിനകത്ത് കവറപ്പ് ആകുന്നുണ്ട്. അതായത് പുട്ടുപൊടി, വെളിച്ചെണ്ണ, എഡിബിൾ ഓയിൽസ്, ബ്രെഡ്, ബിസ്ക്കറ്റ്, അങ്ങനെ എല്ലാ ചെറിയ വ്യവസായങ്ങൾക്ക് പോലും ഈ അഗ്രോ ബേസ്ഡ് സ്കീമിൽ പെടുത്തി നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഇത് മറ്റ് 2 കോടി വരെയായിരുന്നു CMEDP എങ്കിൽ ഇതിനകത്ത് 10 കോടി വരെ 6% പലിശയ്ക്ക് ഈ ലോൺ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിന് ബിൽ ഡിസ്കൗണ്ടിങ്ങിനും KFCക്ക് സ്കീമുണ്ട്. മോഡേണൈസേഷൻ സ്കീമിൽ പെടുത്തിയിട്ട് ഇതിൻ്റെ 90% വരെ ഞങ്ങൾ ലോൺ ചെയ്യുന്ന സ്കീമുണ്ട്. അതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 50% ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ആദ്യമേ തന്നെ കൊടുക്കുന്നുണ്ട്. വേറൊരു അട്രാക്റ്റീവ് സ്കീമാണ്
ഈ DICയുടെ അല്ലെങ്കിൽ കിൻഫ്രയുടെ ലാൻഡിൽ വ്യവസായ യൂണിറ്റ് തുടങ്ങാനായിട്ടുള്ള ഒരു സ്കീം. ഈ ലാൻഡിൻ്റെ മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് അതുകൊണ്ട് വേറെ കൊളാറ്ററലിൻ്റെ ആവശ്യമില്ല. ഈ ലാൻഡ് സെക്യൂരിറ്റി ആയിട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ലോൺ ചെയ്യുന്നത്. അപ്പോൾ പുതിയ യൂണിറ്റുകൾക്ക് 75% വരെ, മോഡേണൈസേഷൻ ആണെങ്കിൽ 90% വരെയും പ്രൊജക്ട് കോസ്റ്റിൻ്റെ ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഏറ്റവും വലിയ അട്രാക്റ്റീവ് സ്കീമാണ്. DICയിൽ നിങ്ങൾക്ക് ലാൻഡ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വ്യവസായം തുടങ്ങാനായിട്ടാണ് ഈ സ്കീം നമുക്ക് പ്രയോജനപ്പെടുത്തുക. പുതുതായിട്ട് വന്ന വേറൊരു സ്കീമാണ് മെഷീനറി സ്കീം. ഇതിനും കൊളാറ്ററൽ ആവശ്യമില്ല. മെഷീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ലോൺ സ്കീമാണ്. 80% വരെ നമ്മൾ അഡ്വാൻസ് ചെയ്യും. അപ്പോൾ 20% മാത്രം മതി പ്രൊമോട്ടറുടെ കോൺട്രിബ്യൂഷൻ. ടോട്ടൽ റീപേയ്മെൻറ്റ് 7 കൊല്ലം കൊണ്ട് ഇത് തിരിച്ചടയ്ക്കാവുന്നതാണ്. മാക്സിമം ഇതിനകത്ത് 5 കോടി വരെ ലോൺ മെഷീൻ മേടിക്കാനായിട്ട് മാത്രം കിട്ടും. ഇതെന്ന് പറയുന്നത് ഏറ്റവും ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കുന്ന അസറ്റ് ബാക്ക്ഡ് സ്കീമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യമില്ല. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടും ഈ ലോൺ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടേമോ ലോങ് ടേമോ ബിസിനസ് മാർക്കറ്റിങ്ങിനോ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടും ഈ ലോൺ ഉപയോഗിക്കാം. പോസിറ്റീവ് നെറ്റ്വർത്തും ക്യാഷ് പ്രോഫിറ്റും ഡിക്ലെയർ ചെയ്യണമെന്ന് മാത്രമേ ഇതിനകത്ത് ക്രൈറ്റീരിയ പറയുന്നുള്ളൂ. ഇത് പുതുതായിട്ട് വരുന്ന ബിൽഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 33% വരെ ഞങ്ങളിത് അഡ്വാൻസ് ആയിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. 6 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഈ പ്രൊജക്റ്റ് വിറ്റ് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് പിന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഫ്ലാറ്റ് വിറ്റ് പോയി കഴിഞ്ഞാൽ ആ പൈസ ഇതിലോട്ട് തന്നെ അടയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ ആ പൈസ തിരിച്ചെടുക്കുക. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പുതുതായി ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഇതുപോലെ ചെറിയ ലോൺ സ്കീമായിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ സർക്കാർ KFC നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ വലിയ വ്യവസായങ്ങൾ അല്ലെങ്കിൽ കൺവെൻഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഹോട്ടൽ വരാനായിട്ടുള്ള പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഞങ്ങൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഈ സ്കീം. ഇതെന്ന് പറയുന്നത് പ്രൊജക്ട് കോസ്റ്റ് 50 കോടിക്ക് മേളിൽ വരുന്ന യൂണിറ്റുകൾക്ക് ഹോട്ടൽ അല്ലെങ്കിൽ കൺവെൻഷൻ സെൻറ്ററുകൾക്ക് വേണ്ടി ഫിനാൻസ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹോട്ടൽസ് ആണെങ്കിൽ 50 മുറിയെങ്കിലും, കൺവെൻഷൻ സെൻറ്ററിന് 50 കോടിക്ക് മേളിൽ പ്രൊജക്ട് കോസ്റ്റ് എക്സീഡ് ചെയ്യണം. ഇതിനകത്ത് 50 കോടി വരെ ഞങ്ങൾ ഫിനാൻസ് ചെയ്യും. സർക്കാരിൻ്റെ 2% സബ്സിഡി ആദ്യത്തെ 2 കൊല്ലത്തേക്ക് ഉണ്ട്. ഇതിൻ്റെ ലോൺ പീരീഡ് 15 കൊല്ലമാണ്. വേറൊരു ലോൺ സ്കീം ഞങ്ങൾക്ക് ഈ 15 കൊല്ലമില്ല, 10 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്നതാണ്. ഇത് 3 ഇയർ മൊറട്ടോറിയം പ്ലസ് 12 ഇയേഴ്സ് റീപേയ്മെൻറ്റ് പീരീഡ്. ഇത്രയാണ് KFCയുടെ മെയിൻ ലോൺ സ്കീം. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് ലോൺ അപ്ലൈ ചെയ്യുമ്പം മറ്റ് ബാങ്കുകളിൽ പോകാതെ ആദ്യം KFCയിൽ വരിക. KFCയിൽ ഞങ്ങളുടെ പ്രൊജക്റ്റ് ഓഫീസേഴ്സിനോട് സംസാരിക്കുക. കാരണം ടൈലർ മെയ്ഡ് സ്കീംസാണ് ഞങ്ങൾക്കുള്ളത്. ആദ്യം KFCയിൽ വന്ന് പ്രൊജക്റ്റ് അപ്രൈസലുമായിട്ട് നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന നിങ്ങൾക്ക് പിന്നെ വേറെ ബാങ്കിലേക്ക് പോകേണ്ടി വരില്ല. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും കൂടുതൽ പര്യാപ്തമാകും.